ഇങ്ങോട്ട് നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊന്നേ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിനടുത്ത് ചോര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ 420 സ്ക്വയർ ഫീറ്റിൽ നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ടുകാരൻ ഒരു വർക്ക് നമുക്ക് തന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പണി നമ്മളിന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമി റോഡ് നിരപ്പിന് താഴ്ന്നു നിൽക്കുകയാണ്. താഴ്ന്നു പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൻ്റെ അംശം ധാരാളമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് റോഡ് ലെവലിൽ നിന്ന് ഒരു 3 അടിയോളൊക്കെ താഴ്ത്തി, അതിൽ കൂടുതലുണ്ട്, അതിനിടയിൽ ഈ പാറപ്പൊടിയൊക്കെ ഇട്ട് ഉറപ്പിച്ച് അതിന് മേലെയാണ് നമ്മൾ ഫൗണ്ടേഷൻ. സാധാരണ നമ്മൾ കുഴിയെടുത്തായിരിക്കും ഇട്ട് പാക്ക് ചെയ്യാറ്. ഇതങ്ങനെയല്ല, അത് തറ കെട്ടുന്ന പോലെ നമ്മൾ അടിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരാം. കാരണം ഇവിടെ അങ്ങനെ ചെയ്താൽ അത് നിൽക്കത്തുള്ളൂ. അതിനുള്ളൊരു ഉറപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യണം എന്നും പറയാണ്. കാരണം 2 തരമുണ്ട്. ഒന്ന് വെറുതെ നമ്മൾ കല്ല് കൊണ്ടുവന്നിട്ടാൽ ശരിയാവില്ല. ഇവിടെ ഇതേമാതിരി ഒന്ന് കാണിച്ചു. ഇതിപ്പോൾ 60 സെൻറ്റിമീറ്റർ വീതിയും 80 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് വരുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ 60 സെൻറ്റ് വീതിയാണെങ്കിൽ ലോക്ക് ചെയ്ത് പണിയാന്നുള്ളതാണ്. പരമാവധി കല്ലിനെ നീളം കൂട്ടിയിട്ട് ഇത് ഇവിടുന്ന് ഇത് എതിർവശത്ത് ലോക്ക് ചെയ്ത് അതിൻ്റെ ക്യാപ്പുകളിൽ ചീള് കയറ്റി ഈ പണിക്കാണ് നമ്മൾ പ്രധാനം കൊടുക്കേണ്ടത്. വട്ടത്തിൽ കല്ല് വെക്കരുത്, ചീളില്ലാതെ വെക്കരുത്, കുത്തിച്ചാരരുത്. അപ്പോൾ മണ്ണിൻ്റെ ബലത്തെ നമ്മൾ ആദ്യം അറിയണം. മണ്ണ് എങ്ങനെയാണ്, കുറച്ചതാണോ, ഉറപ്പുള്ളതാണോ, വെള്ളം വരുമോ, അതൊക്കെ നോക്കിയിട്ട് വേണം ചെറിയ വീടായാലും വലിയ വീടായാലും നമ്മൾ ചെയ്യേണ്ടത്. അത് വീട്ടുകാർക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വം. ഇപ്പോൾ ഇവിടുത്തെ ഈ വർക്കിൻ്റെ കാര്യങ്ങളൊന്ന് കാണും. ഇവിടെ നമുക്ക് പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്ഥലം കുറച്ച് പരിമിതമായുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പണിക്ക് ഭംഗി നമുക്ക് ആവശ്യമില്ല. എന്നിൽ വെച്ച് വല്ലാണ്ട് മോശമാക്കലല്ല, ലോക്ക് ചെയ്ത് പണിയാന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെ, അതായത് ഈ സ്ഥലത്തിന് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇവിടുത്തെ വർക്കിനെ ഉറപ്പോടുകൂടി ലോക്ക് ചെയ്ത് പണിയുക. ഇവിടെ ഭംഗിക്ക് പ്രാധാന്യം ഇല്ല, എന്നാൽ ഭംഗി ഉണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ സാധാരണ ഇവിടെ വരുന്ന കല്ല് ഇപ്പോൾ ഒരു 5 ലോഡാണ് ഈ 420 വരുന്നത് വെച്ചാൽ അതിനേക്കാൾ ഒരു 2 ലോഡ് കൂടും. അതുപോലെ പണിക്കാശിലും വ്യത്യാസം വരും, കാരണം താഴ്ന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ പണിയുമ്പോൾ ഈ തറ കെട്ടുന്ന പോലെ തന്നെ പണിതില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൈസ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ വീട് പണിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല ചിന്തിച്ച് വേറെ ആളെ കൊണ്ട് പണിയിപ്പിക്കലാണെങ്കിലും അത് എൻജിനീയർ ആയാലും കോൺട്രാക്റ്റ് ആയാലും ഇനിയിപ്പോൾ ഒരു പണിക്കാരനായാലും അതുപോലെ ആലോചിച്ചിട്ട് വേണം ഒരു വർക്ക് എടുത്ത് ചെയ്യാൻ. എങ്ങനെയും കാട്ടിക്കൂട്ടി പോകരുത്. ആ വീട്ടുകാരൻ്റെ ഒരു ആഗ്രഹമാണുള്ളൊരു വീടുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തിരി പൈസ ചിലവായാലും അത് എന്ന രീതിയിൽ ചെയ്താലേ അത് നന്നായി വരുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതേ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പണി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഈ വർക്ക് നാളത്തോണ്ട് ഏകദേശമൊക്കെ തീരും. കാരണം നമുക്ക് പെട്ടെന്ന് പണിതെടുക്കാൻ കഴിയില്ല. ഇത് തന്നെ വേറെ സ്ഥലത്ത് നല്ല സ്ഥലമാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ ഫൗണ്ടേഷൻ ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ അത് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.